പ്രൈസ് ദി ലോർഡ്. പത്രോസിനെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ കാരാഗ്രഹവാസികൾ അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാർ, ചുറ്റുപാട് നിന്നവർ, അല്ലെങ്കിൽ ഹേരോദാവ് എല്ലാം പറഞ്ഞ് അവൻ ഇനി ഒരിക്കലും പുറത്തു വരത്തില്ല, അവനിനി ഒരിക്കലും പുറത്തു വരാൻ സാധിക്കത്തില്ല. കാരണം ഇവൻ സ്തേഫാനോസിനെ കൊന്നു, യാക്കോബിനെ കൊന്നു. അപ്പം മറ്റുള്ളവരും എല്ലാം പറഞ്ഞു, സഭ ഒന്നടങ്കം പറഞ്ഞു. സഭയിലെ മെയിൻ പാസ്റ്റർ പത്രോസാണ്, സഭ നടത്തേണ്ടുന്ന പത്രോസാണ് തലവന്. ഇവനെ പിടിച്ചപ്പോൾ സഭക്കാരെല്ലാവരും പറഞ്ഞു ഇവനിനി ഒരിക്കലും പുറത്തു വരത്തില്ല, ഇവന് നാളെ രാവിലെ അവൻ മരിക്കപ്പെടേണ്ടവനാണെന്ന് എല്ലാ ആൾക്കാരും പറഞ്ഞു. എങ്കിലും പ്രാർത്ഥിച്ചു, സഭാ ശ്രദ്ധയോടുകൂടി പത്രോസിനോട് പ്രാർത്ഥിച്ചു. പത്രോസിൻ്റേതായ ആ അവസ്ഥ കർത്താവിന് അറിയായിരുന്നു. കർത്താവിനോട് കൂടെ നടന്ന് പത്രോസ് ഒത്തിരി കർത്താവിനെ സ്നേഹിച്ചതാണ്. പത്രോസ് വെപ്രാണിയാണെന്നൊക്കെയും പലപ്പോഴും പലരും പറയും. എന്നാലും കർത്താവ് ഒത്തിരി കർത്താവിനെ സ്നേഹിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇനി ഒത്തിരി ശുശ്രൂഷകളുണ്ടെന്ന് പുറത്തു വരേണ്ടി